നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ലേഡീസ് അവറിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും നമ്മൾ പല രീതിയിലുള്ള മെസ്സേജുകൾ പാസ് ചെയ്യാറുണ്ട്. ഇന്ന് ഏറെ കൗതുകകരമുള്ള മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ജയിലാണ്. കോടതി ശിക്ഷ വിധിച്ചാൽ കുറ്റക്കാരനാണെങ്കിലും അല്ലെങ്കിലും അയാൾ പോയി വസിക്കേണ്ട ഒരു സ്ഥലമാണ് ജയിൽ. ഇന്ത്യയിൽ പല തരത്തിലുള്ള ജയിലുകളുണ്ട്. സെൻട്രൽ ജയിൽ, സബ് ജയിൽ, ഓപ്പൺ ജയിൽ, വനിതാ ജയിൽ തുടങ്ങിയ ജയിലുകളെല്ലാം ഇന്ത്യയിലുണ്ട്. എന്നാൽ ഏറെ കുപ്രസിദ്ധി ആർജിച്ച ഒരു ജയിലാണ് ആൻഡമാൻ ദ്വീപിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന ജയിൽ. അന്നുള്ള ഇന്ത്യൻ പോരാളികളെ അവിടേക്കാണ് കൊണ്ടുപോയി പാർപ്പിച്ചിരുന്നത്. ജയിലിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പറയുമ്പോൾ ഇന്നത്തെ ചിന്താവിഷയം ഒരു പ്രത്യേക തരത്തിലുള്ള ജയിലിനെ കുറിച്ചാണ്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ആദ്യത്തെ സെഗ്മെൻറ്റ് കണ്ടുവന്നതിന് ശേഷം. നമസ്കാരം, എൻ്റെ പേര് റഹ്ന എന്നാണ്. ഞാനൊരു ഹോം ബേക്കറാണ്. എനിക്കൊരു പേജ് ഉണ്ട്, ഷുഗർ കപ്സ് ബൈ റഹ്ന എന്ന്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞാൻ തുടങ്ങിയിട്ട് ഈ പേജ്. Mainly cakes, desserts, homemade ice creams, എല്ലാം homemade biscuits, cookies അങ്ങനെ എല്ലാം ബേക്കിംഗ് ആയിട്ടുള്ള എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. ഇവിടെ നല്ല സ്കോപ്പുള്ളൊരു ഫീൽഡാണ്. എസ്പെഷ്യലി കൊച്ചിയിൽ ഹോം ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഹോം ബേക്ക്ഡ് ഗുഡ്സ് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഐ ഗെറ്റ് ഗുഡ് റെസ്പോൺസ് ഫോർ മൈ പേജ്. എനിക്ക് ചെറുപ്പം മുതലേ ബേക്കിംഗ് എന്ന് പറയുന്നത് ഒരു പാഷനായിരുന്നു. വളരെ കുട്ടിക്കാലം മുതൽ എനിക്ക് കേക്ക്സിനോടും ഇതിനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലിയിൽ ആരും അങ്ങനെ ബേക്ക് ചെയ്യണ ആരും ഉണ്ടായില്ല. സോ എനിക്കത് അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ പണ്ട് കുറേ ബുക്സും ഒക്കെ വായിച്ച് എങ്ങനെ ഇത് ബേക്ക് ചെയ്യുന്ന, കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന എന്നൊക്കെ പഠിച്ച് അങ്ങനെ പതുക്കെ ബേക്ക് ചെയ്ത് തുടങ്ങി. ആദ്യം ആസ് യു നോ, ഫസ്റ്റ് നമുക്കൊരിക്കലും അത് നമ്മൾ വിചാരിക്കുന്ന പോലെ കേക്ക് ആവണമെന്നില്ല. ഈ ബേക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസിലൂടെ നമ്മൾ അത് പഠിക്കും. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ യു ഹാവ് കുറേ യൂട്യൂബ് ചാനൽസ് ഉണ്ട്, കുറേ നമുക്ക് ഒന്നും കൂടി എക്സ്പോഷർ ഉണ്ട് ഈ ഫീൽഡിനെ കുറിച്ച്. സോ യു ക്യാൻ ലേൺ മോർ ത്രൂ മീഡിയ ഓൾസോ. സോ ഇറ്റ്സ് ലൈക്ക് എ റിലാക്സേഷൻ ഫോർ മീ ബേക്കിംഗ്. ഇറ്റ്സ് ഓൾവേസ് എ പാഷൻ. എനിക്കൊരു ഹെൽപ്പർ ഉണ്ട്. ബട്ട് ബേക്കിംഗ് ഓൾവേസ് നമ്മൾ ചെയ്താലേ അത് ശരിയാവുള്ളൂ. ഇനിയൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ നമുക്ക് നമ്മളുടെ രീതിയിൽ കിട്ടില്ല ഒരിക്കലും. മാത്രമല്ല ഇതിന് കുറേ ബേക്കിംഗ് എന്ന് പറയുമ്പോൾ യു ഹാവ് എ ലോട്ട് ഓഫ് ടെക്നിക്സ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ടു ബേക്ക്. സോ അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഓവൻ ടെമ്പറേച്ചർ, നമ്മൾ എഗ്സ് ബീറ്റ് ചെയ്യുന്നത്, അത് ഫോൾഡ് ചെയ്യുന്നത്, ഫ്ലവർ കേക്കിൽ ഫോൾഡ് ചെയ്യുന്നത്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസിലൂടെയും പ്രാക്ടീസിലൂടെയും പഠിച്ചു കഴിയുമ്പോൾ ഇറ്റ്സ് ഈസി ടു ഡു. ആൻഡ് മോർ ഓവർ ഐ ഓൾവേസ് ബേക്ക്. ഞാൻ ചെയ്യുള്ളൂ, വേറെ ആരെയും കൊണ്ട് ചെയ്യിപ്പിച്ച് എനിക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. ബട്ട് ദർ ആർ ഹെൽപ്പേഴ്സ് ഫോർ മീ. എനിക്ക് മെഷർ ചെയ്ത് തരാനും അതിനൊക്കെ ഹെൽപ്പേഴ്സ് ഉണ്ട്. ബട്ട് ബേക്കിംഗ് ഇസ് ഡൺ ബൈ മീ. എന്നാലേ എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഒന്നിലധികം ഓർഡർ കിട്ടുകയാണെങ്കിൽ മെയിൻലി നമ്മുടെ ഹോം ബേക്ക്ഡ് കേക്ക്സ് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ ആ ഫ്രഷ് ബേക്ക്ഡ് ആണ്.
ഞാൻ എപ്പോഴും ഷെഡ്യൂൾഡ് ഓർഡേഴ്സേ എടുക്കുകയുള്ളൂ. പെട്ടെന്ന് വരുന്ന ഓർഡേഴ്സ് എടുക്കാൻ പറ്റില്ല. സോ മാക്സിമം ഒരു ദിവസം 2 to 3 കേക്ക്സ് ഞാൻ ഓർഡർ എടുക്കും. പിന്നെ ബേക്കിംഗ് എപ്പോഴും ഞാൻ ഏർലി മോർണിംഗ് ചെയ്യും. ബിക്കോസ് നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി, കറണ്ട് കട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ള കാരണം ഐ ഡു ഓൾ ദി ബേക്കിംഗ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ വേറൊരു ശല്യം ഒന്നും ഉണ്ടാവില്ല. ആഫ്റ്റർ ദാറ്റ് നമ്മളത് പിന്നെ ഐസിംഗ് ഒക്കെ നമ്മൾ ഡെലിവറി ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പായിരിക്കും നമ്മൾ ഫ്രഷ് ക്രീം ആണെങ്കിൽ ഐസിംഗ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. ബേക്കിംഗ് എപ്പോഴും ഞാൻ രാവിലെ ചെയ്ത് വയ്ക്കും. കേക്ക്സിന് നമുക്ക് എസ്പെഷ്യലി നമ്മുടെ ഇവിടെ കേക്ക്സിനൊരു സീസൺ ഇല്ല. ബിക്കോസ് ഫോർ ഓൾ സെലിബ്രേഷൻ വി നീഡ് കേക്ക്സ്. ഇപ്പോൾ ബർത്ത്ഡേ ആണെങ്കിലും ഓഫീസിലൊരു പാർട്ടി ആണെങ്കിലും എനി സെലിബ്രേഷൻ എല്ലാവർക്കും കേക്ക് അത്യാവശ്യമാണ്. ഇപ്പോൾ റംസാനും ഓണത്തിനും വരെ ദർ ആർ പീപ്പിൾ ഹു ഓർഡർ കേക്ക്സ് ഫോർ ഇതിന്. അപ്പം ദർ ഇസ് നോ സീസൺ. അതാണ് ഈ ഫീൽഡിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് കേക്ക് എന്ന് പറയുന്നത് 365 ഡേയ്സ് ആൾക്കാർക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. എന്തൊരു ഫംഗ്ഷൻ വീട്ടിലുണ്ടെങ്കിലും ഗെറ്റ് ടുഗെദർ ആണെങ്കിലും അവർ കേക്ക്, ഇപ്പോൾ കപ്പ് കേക്ക്സ് എല്ലാവരും ഓർഡർ ചെയ്യും. അപ്പോൾ പിന്നെ ക്രിസ്മസിന് ആസ് വി ഓൾ നോ ഭയങ്കര ഏറ്റവും സീസണുള്ള സമയമാണ്. സോ ആ സമയത്ത് നമ്മൾ നേരത്തെ ഓർഡേഴ്സ് എടുത്ത് അത് ടൈം നമ്മൾ മാനേജ് ചെയ്ത് ബേക്ക് ചെയ്യും. കേക്ക്സ് ഇറ്റ് ഓൾ ഡിപ്പെൻസ്. ചോക്ലേറ്റ് കേക്കിന് ലൈഫ് കൂടുതലാണ്. പിന്നെ ബട്ടർ കേക്ക്സിന് അധികം ഒരുപാട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മാക്സിമം 1 വീക്ക് നമുക്ക് കഴിക്കാം. ഞാൻ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ഫ്രഷായിട്ട് ബേക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ കേക്ക്സ് നമുക്ക് 1 വീക്കിലപ്പുറത്ത് ആ ഒരു മോയ്സ്ചർ നഷ്ടപ്പെടും. പിന്നെ ഞാൻ ഒരിക്കലും എൻ്റെ കേക്ക്സ് റെഫ്രിജറേറ്റ് ചെയ്യാറില്ല. റെഫ്രിജറേറ്റ് ചെയ്യുമ്പോൾ കേക്കിൻ്റെ മോയ്സ്ചർ പോവും. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് ഉടനെ ബേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സിന് അതാണ് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. മാത്രമല്ല അവർക്ക് ഇഫ് ദേ വോണ്ട് ദേ ക്യാൻ റെഫ്രിജറേറ്റ് ആൻഡ് ഹാവ് ഇറ്റ് സ്റ്റേ ഫോർ മോർ ദാൻ ഐ തിങ്ക് ഒരു വീക്ക് എന്തായാലും ഫ്രഷായിട്ട് ഇരിക്കും. ടെക്സ്ചർ, പിന്നെ സോഫ്റ്റ്നെസ്, പിന്നെ നമുക്കൊരു കേക്ക് ഫ്രഷ്ലി ബേക്ക്ഡ് ആണോ അതോ അത് ഫ്രിഡ്ജിൽ വെച്ച കേക്കാണോ എന്നുള്ളത് ഈസി ആയിട്ട് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഫ്രഷ് ബേക്ക്ഡ് കേക്ക്സിൻ്റെ ആ ഒരു മോയ്സ്ചറും ടെക്സ്ചറൊക്കെ ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് 2-3 ദിവസം കഴിഞ്ഞ് കേക്കിന് ഉണ്ടാവില്ല. അതുകൊണ്ട് കസ്റ്റമേഴ്സിനും ഇഷ്ടം ആയിരിക്കും. കാരണം നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് ആ ടെക്സ്ചറും ഫ്ലേവറും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം റെഡ് വെൽവെറ്റ് കേക്കാണ്. ചോക്ലേറ്റ് കേക്ക് ഇഷ്ടമുള്ള മോസ്റ്റ്ലി ടീനേജേഴ്സും യങ് ക്രൗഡിന് ഏറ്റവും ഇഷ്ടം ചോക്ലേറ്റാണ്. അവർക്ക് ചോക്ലേറ്റ് കേക്കിൽ ചോക്ലേറ്റ് ഐസിങ് ചെയ്ത് അങ്ങനെയൊക്കെ ഇഷ്ടം. പിന്നെ റെഡ് വെൽവെറ്റ് ഇഷ്ടമുള്ളവരുണ്ട്, വാനില ഇഷ്ടമുള്ളവരുണ്ട്. പിന്നെ കൊച്ചിയിലൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ദേ ആർ റെഡി ടു എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ നമ്മൾ പുതിയ ഫ്ലേവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ദേ ആർ റെഡി ടു എക്സ്പെരിമെൻറ്റ് ആൻഡ് ദേ വിൽ ഓർഡർ. ഞങ്ങൾക്ക് എന്നാൽ പുതിയ ഫ്ലേവർ ഇതാ, ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണം, എങ്ങനെയുണ്ടെന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു സ്കോപ്പ് ഉണ്ട്, നമുക്കും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ട്രൈ ചെയ്യാം. പീപ്പിൾ ഓൾസോ ലൈക്ക് ടു ട്രൈ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്. ദേ വോണ്ട് സ്റ്റിക്ക് ടു. ഇപ്പോൾ ഒരു ഫ്ലേവർ ഒരു പ്രാവശ്യം ഓർഡർ ചെയ്താൽ അടുത്ത പ്രാവശ്യം ദേ വിൽ ഡെഫിനറ്റ്ലി ഓർഡർ ആൻ അതർ ഫ്ലേവർ. അങ്ങനെ അവർ ഒരു ഫ്ലേവറിൽ ഒരിക്കലും ആരും സ്റ്റിക്ക് ഓൺ ചെയ്യില്ല. സോ ദേ ലൈക്ക് ടു എക്സ്പെരിമെൻറ്റ്. സോ അത് നമുക്കൊരു പ്ലസ് പോയിൻ്റ് ആണ്. വി ക്യാൻ ഓൾസോ എക്സ്പെരിമെൻറ്റ് മോർ ഫ്ലേവേഴ്സ് ആൻഡ് മോർ. കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ഈ ഫീൽഡിൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കാണ്. മിക്കവരും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അവർ വിളിച്ച് പറയും, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി, ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടമായി, നന്നായിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് നമുക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കാണ്. പിന്നെ അവർ ഫേസ്ബുക്കിലും നമ്മളെക്കുറിച്ച് എഴുതും. പിന്നെ അങ്ങനെ പല മീഡിയയിൽ കൂടെയും പല വഴിയിലും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി ഫോർ മീ. ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മളിപ്പോൾ ഒരു ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്ന സമയത്തിന് നമ്മളത് കൊടുത്തിരിക്കണം. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ബേക്കിംഗ് ഈ ഫീൽഡിൽ. സോ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ പല
ഫാമിലി ഒക്കേഷൻസ് വരാം കാര്യം. പക്ഷെ നമുക്കത് ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആൻഡ് ഇതിനെന്ന് വെച്ചാൽ ഒരുപാട് സമയം വേണം. കാരണം നമ്മളിത് നേരത്തെ ചെയ്ത് വെച്ച് പിന്നെ കൊടുക്കാവുന്ന കാര്യമല്ല. അത് നമ്മൾ പറയുന്ന ദിവസമാണ് നമുക്കത് ബേക്ക് ചെയ്ത് നമ്മളത് പാക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേറെ ഫാമിലി കാര്യങ്ങൾ വന്നാൽ നമ്മളും സാക്രിഫൈസ് ചെയ്യണം. ദേ ഷുഡ് ബി ഓൾസോ ബി റെഡി ടു നമ്മളെ ഇതാക്കാൻ വേണ്ടി അവരും റെഡി ആയിരിക്കണം. ഇല്ല, ഞാൻ ആദ്യം ഫാമിലിയിൽ മാത്രം ബേക്ക് ചെയ്തിരുന്ന ആളാണ്, ഫാമിലിയും ഫ്രണ്ട്സിനും മാത്രം. പിന്നെ അവരൊക്കെ പ്രഷറൈസ് ചെയ്ത് എന്നോടൊരു ഷോപ്പൊക്കെ തുടങ്ങാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് 2 പിള്ളേരുള്ള കാരണം ഐ ഡോണ്ട് നോ ഹൗ ഐ വിൽ രണ്ടും കൂടി എങ്ങനെ മാനേജ് ചെയ്ത് പോകുമെന്ന് എനിക്ക് ആദ്യം ഒരു ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ പതുക്കെ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി. അതിലെനിക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയത്, നല്ല ഫീഡ്ബാക്കും റെസ്പോൺസും കിട്ടി. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടൊരു ടൈപ്പ് ഉണ്ട്. സോ എവറി ഡേ എനിക്ക് ഒരു നമ്പർ ഓഫ് കേക്ക്സ് അങ്ങോട്ടേക്ക് ബേക്ക് ചെയ്ത് കൊടുക്കണം. സോ ലൈക്ക് ഒരു വീക്ക് 5 days ഐ എം ബിസി. മൺഡേ ടു ഫ്രൈഡേ every day I have orders with the പിന്നെ മാത്രമല്ല അതിന് പുറമെ ബർത്ത്ഡേ ഓർഡേഴ്സും പല ഓർഡേഴ്സും ഉണ്ട്. സോ ഇപ്പം ഞാൻ ഇപ്പോൾ ആസ് പോണ പോലെ ഐ എം സാറ്റിസ്ഫൈഡ്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പിള്ളേർ ചെറുതാണ്. സോ ഐ എം ഡിസൈഡഡ് ഇങ്ങനെ തന്നെ നല്ല രീതിയിലാണ് പോകുന്നത്. ഇൻ ഫ്യൂച്ചർ എല്ലാവരും എന്നോട് പറയുന്നുണ്ട് ഐ എം പ്ലാനിങ് ടു സ്റ്റാർട്ട് എ കഫേയോ കോഫി ഷോപ്പ് തുടങ്ങണം എന്നൊക്കെ പ്ലാൻ ഉണ്ട്. ബട്ട് ആസ് ഓഫ് നൗ ഐ ഹാവ് ഡിസൈഡഡ് ടു ഗോ ഓൺ ലൈക്ക് ദിസ്. ബിക്കോസ് ഇതാകുമ്പോൾ എനിക്ക് വീട്ടിലെ കാര്യങ്ങളും നോക്കാം, ബേക്കിങ്ങും കൊണ്ടുപോകാം. ഇറ്റ്സ് ഈസി ടു മാനേജ്.